കണ്ണു നിറയെ അതങ്ങനെയായിരുന്നു ചിരിച്ചതൊക്കെ. എന്റെ ഉത്തരവാദിത്വം ഉള്ളിൽ വർഷയ്ക്കാണ്. വർഷയാണ് ആദ്യമായിട്ട് നമ്മളോടൊക്കെ കഥ പറയുകയും അഭിനയിക്കുകയൊക്കെ ചെയ്യുന്നത്. വർഷയുടെ മനസ്സിലാണ് സിനിമ. അത് വർഷ ഒരുപാട് പരിചയമുള്ളവരെ പോലെ മനസ്സിലേക്ക് ആദ്യം നമ്മുടെ മനസ്സിലേക്ക് അവിടെ കൊണ്ട് ഓരോന്ന് ചോദിച്ചു. അത് മറ്റുള്ളവരുടെ മനസ്സിലേക്ക് കയറ്റി എല്ലാം നമ്മുടേതാക്കി മാറ്റിയ മാജിക് നമ്മൾ കുറച്ചുകൂടെ താരാട്ട് പാടി ഉറക്കുന്നവരെ ഒരു അങ്ങനെ എങ്ങനെ ആക്കി നമ്മളെ കഴിപ്പിച്ചു. നന്ദിയുണ്ട് എല്ലാവരും. നമുക്ക് പേടിയാണ് സിനിമ കുറെ സിനിമയായിട്ട് ഇങ്ങനെ നടന്ന് അതിന്റെ പുറകെ നടക്കുമ്പോൾ ഇത്തരം സിനിമയാണ് എല്ലാവരും സ്വീകരിക്കുന്നത്. തമിഴ് പറയും ആള് മാറി നിങ്ങൾക്ക് ഇതിനൊക്കെ പറഞ്ഞതൊന്നും കാണാതെ ആളുണ്ടാവില്ല എന്നൊക്കെ നമ്മൾ പേടിപ്പിക്കാറുണ്ട്. എല്ലാവരുടെയും മനസ്സിൽ ആവില്ല, എല്ലാവരുടെ വികാരവും ഒക്കെ വാങ്ങി പോകുന്നത് നല്ല അടിസ്ഥാനപരമായിട്ട് അറിയാം. അതുകൊണ്ട് മലയാളത്തിൽ ഇതുപോലെ ജീവിതത്തിൽ പറയുമ്പോൾ നമ്മൾക്കായി ചേർന്ന് കഴിയുമ്പോൾ അത് ഒന്നുകൂടെ മോശപ്പെടുകയാണ്. നമ്മളെല്ലാവരും അങ്ങനെ ഒരു കൂട്ടത്തിൽ കൂടെ സിനിമ കാണാൻ പറ്റിയത് എനിക്ക് സന്തോഷം. ജാനകി ലീല എന്ന് പറയുന്ന അമ്മേനെ ജീവനോടെ കണ്ടില്ലോ എന്നുള്ളൊരു സങ്കടം തോന്നിയില്ലേ? ജാനകിക്ക് എന്താ പറയാനെന്ന് നോക്കാം. അതൊരു ബാലൻ. ആദ്യം തന്നെ എല്ലാവരെയും പെട്ടെന്ന് നിങ്ങളുടെ റെസ്പോൺസ് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി. എനിക്ക് ഈ പറഞ്ഞ മാതിരി ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ കുറെ ഫുൾ ലെങ്ത് ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യുന്നതിനെക്കാട്ടിലും എനിക്ക് തോന്നുന്നു ഇതില് ജാനകിയുടെ ക്യാരക്ടറിന് എനിക്ക് ഒരുപാട് അപ്രീസിയേഷൻ കിട്ടി. അതിന്റെ നേരത്തെ ഫുൾ ക്രെഡിറ്റ് ഗോസ് ടു വർഷ. കുറച്ച് ഫോൺ കോൾസും അങ്ങനത്തെ ഒരു എന്താ പറയാ, നേരിട്ട് തന്നെ ഞാൻ വളരെ കുറച്ച് സീൻസ്, കോമ്പിനേഷൻ സീൻസ് ഉള്ളൂ. എന്നിട്ടും ആ ഒരു ഫാദർ ഡോട്ടർ ബോണ്ടിങ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് വർഷ ഓൺ സ്ക്രീൻ കാണിച്ചുകൊണ്ട് എല്ലാവർക്കും അത് ഫീൽ ചെയ്തു. എല്ലാവരും അഭിപ്രായം പറയുമ്പോ എന്റെ പേര് പറയുമ്പോ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. വളരെ കുറച്ച് ടൈമിൽ അവർക്ക് കിട്ടിയ ഇമ്പാക്ട് അത്രയുണ്ടായിരുന്നു. സോ ഹാറ്റ്സ് ഓഫ് യു ഫോർ ദാറ്റ് വർഷ. ഹാറ്റ്സ് ഓഫ് യു ഫോർ ദിസ് ഫിലിം. ഒരുപാട് സന്തോഷം ഇങ്ങനത്തെ ഒരു മൂവിയുടെ ഭാഗമാവാൻ പറ്റിയത്. ആൻഡ് ഇന്ന് ഫാദേഴ്സ് ഡേ ആയിട്ട് ഇന്ന് നമ്മൾ ഒരുമിച്ച് ഇന്ന് സിനിമയെ കണ്ടാതെ എനിക്ക് ഭയങ്കര സന്തോഷമായി. Okay, but Father's Day to all the wonderful fathers around. പിന്നെ ഇപ്പൊ ഇവരെല്ലാരും പറഞ്ഞ പോലെ തന്നെ വർഷ മനസ്സിൽ കണ്ട അല്ലെങ്കിൽ വർഷ എഴുതിയ ഒരു കഥ ആണ് ഒരു ഏറ്റവും മനോഹരമായ ഒരു പോയം പോലെ വരച്ചിട്ടുള്ള ഒരു സിനിമ. ബ്യൂട്ടിഫുൾ വർഷ. വർഷയുടെ ആ ഒരു ജേണി, വർഷയുടെ ആ ഒരു സന്തോഷം ഞങ്ങൾ ഷെയർ ചെയ്യാമോ? പറയണമെന്ന് അറിയില്ല. വലിയ സന്തോഷമുണ്ട്. 2 ദിവസമായിട്ട് കിട്ടുന്ന സ്നേഹം എനിക്കറിയില്ല, എന്താ പറയുന്നത് അറിയില്ല. കൂടുതലാണ് മാധവമാഷിന്റെ സാറ് പറഞ്ഞ പോലെയൊന്നും അതിന്റെ ക്രെഡിറ്റ് എങ്ങനെ എനിക്ക് തരേണ്ട ആവശ്യമില്ല. എനിക്കല്ല അത് എന്റെ മാധവമാഷിനും ലീലയും എന്താ പറയാ, ഞാൻ കണ്ടതിനേക്കാൾ കൂടുതൽ മനോഹരമാക്കിയിട്ട് ഇന്ദ്രൻ സാറും മധുപാലനും ചെയ്തിട്ടുണ്ട്. അത് വലിയൊരു ബ്ലെസ്സിങ് ആയിരുന്നു. അവരെ പോലെയുള്ളൊരു എനിക്കൊരു ആക്ടേഴ്സിനെ കിട്ടുക എന്ന് പറയുന്നത് അത് ഏറ്റവും വലിയൊരു സപ്പോർട്ടായിരുന്നു. ആൻഡ് ഒബ്വിയസ്ലി ഇതെന്റെ പ്രൊഡ്യൂസറാണ് അഭിജിത്ത്, എന്റെ സുഹൃത്താണ്. കഥയായിട്ട് ആരെങ്കിലും പ്രൊഡ്യൂസ് ചെയ്ത് പോകുന്ന സമയത്ത് അവരത് ഓക്കെ പറയാൻ ബുദ്ധിമുട്ടുള്ള ഒരു സ്റ്റോറിയാണിത്. ഇതിന്റെ ഒരു അങ്ങനെയാണ് ഇതിന്റെ ഒരു. പക്ഷെ എനിക്കറിയില്ല, ആളെച്ച് പറഞ്ഞിടത്തുനിന്നാണ് ഒരു ഇവൻ സാറിലേക്ക് എത്തുന്നതും സാറിന്റെ പ്രസന്റേഷനിൽ കഥ ഇഷ്ടപ്പെട്ടു. അവിടെ നിന്നാണ് നമ്മുടെ മൂവി ഓൺ ആകുന്നത്. അപ്പോൾ
എനിക്ക് ഇതിൽ ഇപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് ഹാബിയുടെ അടുത്ത് ഇതുവരെ ഞാനിങ്ങനെ താങ്ക്സ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ നല്ല സുഹൃത്തുക്കളായതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ അതിന്റെ ആവശ്യമില്ല എന്നുള്ള രീതിയിൽ ഞാനത് പറയാറില്ല. പക്ഷെ ഞാൻ ഈ ഒരു അവസരം ഞാൻ താങ്ക് യു അബി. താങ്ക് യു സോ മച്ച്. അപ്പൊ എനിക്ക് സൗന്ദര്യം കൂട്ടി പറയാം. അത് സ്പെഷ്യലാണ്. അത് ഞാൻ അപർണയെ പോലെ ആക്ടർ നമ്മുടെ മൂവിക്ക് അസോസിയേറ്റ് ചെയ്യാന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. എനിക്ക് ഞാനൊരു ചാൻസ് ഞാൻ പോയി കഥ പറഞ്ഞതല്ലോ. ഞാൻ അങ്ങനെ ഒരു പോസിബിലിറ്റി കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് അപ്പുറത്ത് നല്ല ഡാൻസ് ആണെന്ന് അറിയാം. എനിക്ക് നല്ലൊരു ഡാൻസ് ഞാൻ അപർണയ്ക്ക് വേണ്ടി ഞാൻ ചെയ്തു കൊടുത്താൽ അങ്ങനെ വലിയൊരു സപ്പോർട്ട് അപർണയുടെ സൈഡിൽ നിന്ന് ഈ ഷോയിൽ മൂവിക്ക് കിട്ടി. അതിന് ഭയങ്കര താങ്ക് യു സോ മച്ച് അപർണ. DOP എല്ലാരും വിഷ്വൽസ് കണ്ടിട്ടുണ്ടല്ലോ. ഭയങ്കര ഇഷ്ടമായോ വിഷ്വൽസും കാര്യങ്ങളൊക്കെ? അതിന്റെ ഫൈബറൊക്കെയാണ്. ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ മനസ്സിൽ വരുന്നത് പറയുകയാണ്. ഞാൻ കണക്ഷൻ വിട്ടു പോകുന്നൊക്കെ എന്നാലും ഞാൻ ഇങ്ങനെ ഓർമ്മയുള്ളത് പറയുകയാണ്. ഒരു ഡെബ്യൂ ഡയറക്ടർ എന്നുള്ള രീതിയിൽ നമുക്കൊരു DOP നല്ലൊരു DOP കിട്ടാന്ന് പറയുന്നത്, അതായത് ക്രാഫ്റ്റ് ഒക്കെ അതിനപ്പുറം നമുക്കൊരു നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാള് ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയ ബ്ലെസ്സിംഗ് ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഫായ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. പല സന്ദർഭങ്ങളിലും ഫായുടെ ഒരു മോട്ടിവേഷനും സപ്പോർട്ടും. താങ്ക് യു ഫായ്. എന്റെ എഡിറ്റർ എന്റെ ഓളിനാളാണ്. ഡേ 1 മുതൽ ലക്ഷ്മി ജോസഫ് എന്റെ കൂടെ ഒത്തിരി കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത് ഈ ജേണിയില്ല. പക്ഷെ താങ്ക് യു. യെസ് ഗോവിന്ദ്. താങ്ക് യു ഗോവിന്ദ്. ഞാനെങ്ങനെ ആളെങ്ങനെ കൊടുക്കാറൊന്നുമില്ല. എനിക്കൊരു ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല. പക്ഷെ ഈ കഥയുടെ കൂടെ ഞാൻ ഗോവിന്ദനെ ഓർമ്മയില്ലെന്ന് അറിയില്ല. ഞാൻ ഗോവിന്ദന്റെ മ്യൂസിക്കും ഞാൻ എന്റെ നരേഷന്റെ കൂടെ ഗോവിന്ദന്റെ മ്യൂസിക് നരേറ്റ് ചെയ്യപ്പെടണം. അതൊരു സ്റ്റോറി പോലെ വരണം എന്ന് ഒരു ഇതുണ്ടായിരുന്നു. ആ രീതിയിൽ ഗോവിന്ദൻ എനിക്ക് ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ആ താങ്ക്സ് ഇങ്ങനെ പറഞ്ഞതാണ്.